നോക്കരുത്, ഉടുക്കും അതിനെ സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും, നീ പരസ്ത്രീയെ നോക്കും, നീ പാമരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയാവും, പിന്നെ നീ ഇത് തന്നെ തേടും. മോചനയുടെ പർപ്പസ് ശരിക്കും ഡി അഡിക്ഷൻ ആൻഡ് കൗൺസിലിംഗ്. കുടുംബമായിട്ടെന്ന് പറഞ്ഞാൽ ലഹരി ആസക്തി എന്ന് പറയുന്നത് ഒരു വ്യക്തിഗത രോഗമല്ല, ഇതൊരു കുടുംബ രോഗമാണ്. അതായത് ഫാമിലി ഡിസീസ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ ഈ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളിനെ മാത്രം ചികിത്സിച്ചിട്ട് കാര്യമില്ല. അവരെ ചികിത്സിച്ച് ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ ഇത് ക്യൂർ ആവത്തില്ല. ക്യൂർ ആകുന്ന പ്രശ്നമില്ല. പക്ഷെങ്കിൽ അവർ റിക്കവറി പ്രോസസ്സിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഫാമിലിയുടെ സപ്പോർട്ട് നമുക്ക് വളരെയേറെ ആവശ്യം. അവർക്കും ട്രെയിനിങ് ആവശ്യം. അവർക്ക് ട്രെയിനിങ് അല്ല, അവർക്ക് ചികിത്സ ആവശ്യമാണ്. കാരണം ഈ കുടിക്കുന്ന ആള് ഈ നിയന്ത്രണം ഇല്ലാത്തവരെ ആണെങ്കിൽ കുടിക്കാൻ നിയന്ത്രണമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കുടിക്കുന്ന ആളുടെ കൂടെ താമസിക്കുന്ന ഫാമിലിക്ക് നിയന്ത്രണമില്ല. അപ്പം കുടിക്കുന്ന ആളിന് നമ്മൾ ഡിപ്പെൻഡന്റ് എന്ന് പറയും. കുടിക്കുന്ന ആളിന്റെ കൂടെ താമസിക്കുന്ന ആളുകൾക്ക് കോ ഡിപ്പെൻഡന്റ് എന്നാണ്, സഹാശ്രയത്വം എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് വിടുവിക്കാനായിട്ട് ഉള്ള പരിശ്രമത്തിൽ ചെയ്യുമ്പോൾ ഇവരുടെ പെരുമാറ്റത്തിൽ വരുന്ന വ്യത്യാസമാണ്. ആ പെരുമാറ്റത്തിൽ അവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോവുക. ഇപ്പം ഭർത്താവ് കുടിച്ചു വന്ന് വഴക്കുണ്ടാക്കുന്നു, അടിയുണ്ടാക്കുന്നു, അപ്പം എന്ന് നമ്മൾ പറയും. എന്നാൽ ഭർത്താവ് കുടിച്ചു വീട്ടിൽ വരുന്നതിന് മുമ്പേ പ്രശ്നം ഉണ്ടാക്കുന്ന ഭാര്യമാരായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അവരുടെ മക്കൾ 4 പേരുണ്ട്, 4 പേരും 4 തരത്തിലായിരിക്കും, 4 റോളിലായിരിക്കും അവരുടെ ബിഹേവിയർ, അവരുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഈ ഫാമിലിയെ മൊത്തം നമ്മൾ അതുകൊണ്ട് ഒരുമിച്ച് ഈ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ 15 ദിവസം താമസിപ്പിച്ച് അവരെ അതിൽ നിന്ന് വിടുവിച്ച് അവരെ പിന്നെയും ഫോളോ അപ്പ് ചെയ്യും. അതിന് ആ ഫോളോ അപ്പ് ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറയുന്ന കൂട്ടായ്മയുണ്ട്. അതുപോലെ തന്നെ ഈ സ്പൗസസിന് വേണ്ടിയുള്ള അലനോൺ കൂട്ടായ്മയുണ്ട്. ചിൽഡ്രൻ ഓഫ് ആൽക്കഹോളിക്സിന് വേണ്ടി അലറ്റീൻ എന്ന് പറയുന്ന കൂട്ടായ്മ. ഈ കൂട്ടായ്മകളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ആ ഒരു ഫെലോഷിപ്പിലൂടെയാണ് ഇത് നമുക്ക് നടത്താം. അങ്ങനെ എൻ്റെ ഒരു ചോദ്യമായിട്ട് വെച്ചിരുന്നത് ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്നില്ല. അതെ, അതുകൊണ്ട് ഒരു ഇന്റർ പ്രൊഫഷണൽ അപ്രോച്ച് വേണം. ഡോക്ടറുടെ ഹെൽപ്പ് വേണം, സൈക്കാട്രിസ്റ്റിന്റെ ഹെൽപ്പ് വേണം, സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് വേണം, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം, മറ്റേ ഓക്കുപേഷണൽ തെറപ്പി, ഇങ്ങനെ എല്ലാ ഒരു ഇന്റർ പ്രൊഫഷണൽ അപ്രോച്ചിലൂടെ ഒരാളെ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. അത് മദ്യമായാലും ഡ്രഗ് ആയാലും ഇതിന്റെ ഈ ആഫ്റ്റർ ഒരുപോലെ വരുന്നത്, അതിന്റെ ഇന്റൻസിറ്റിയിൽ വ്യത്യാസം വരും. അതിന്റെ അകത്തായിരുന്നല്ലോ ഞാൻ അങ്ങനെ അമേരിക്കയിലെ കോഴ്സിന്റെ ഭാഗമായിട്ട് എനിക്ക് ഹാർപ്പൽ മെഡിക്കൽ കോളേജിൽ ഒരു 1.5 വർഷത്തെ ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഡി അഡിക്ഷൻ സെന്ററിൽ ഞാൻ അവിടെ വർക്ക് ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്ത് അവിടുത്തെ ഒരു പരിശീലനം കൊണ്ടാണ് എനിക്ക് നമ്മുടെ നാട്ടിൽ ഇത് ആരംഭിക്കാൻ സാധിച്ചത്. അതെ, അപ്പം നമ്മുടെ ആ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഫാമിലി കൂടെ ഉൾപ്പെടുത്തിയുള്ള ഒരു പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിയത് മോചനയാണ്. ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടാണല്ലോ വരുന്നത്. അങ്ങനെയുള്ള നിശ്ചിതായതയിൽ വരുന്ന ഒത്തിരി ആളുകളെ നമുക്ക് അവിടെ സ്വീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇവരെല്ലാം അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപോലെ. അതെ, മനസ്സിലായി. അപ്പൊ അതിൻ്റെ അകത്ത് ഈ പിന്നെ പണമുള്ളവനെന്നോ പണമില്ലാത്തവനോ ഒന്നും ഇവരുടെ എല്ലാവരുടെയും ബിഹേവിയർ ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് ഇവരൊരുമിച്ച് കൂടുമ്പോൾ ഇവരുടെ അനുഭവങ്ങൾ പങ്കിടുമ്പോൾ അവർക്കെല്ലാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് എൻ്റെ അനുഭവം ഇവന്റെ അനുഭവം ഒന്നാണല്ലോ. അപ്പോൾ ആ അനുഭവത്തിലുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെയാണ് അവരുടെ റിക്കവറി പ്രോസസ്സ് നടക്കുന്നത്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇതൊരിക്കൽ ഒരുത്തൻ പിന്നെ ലഹരിയിൽ നിന്ന് വിമുക്തനായാൽ ഇനി ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിച്ചാൽ ഒക്കത്തില്ല. കാരണം ഇറ്റ്സ് എ പെർമനന്റ് ഡിസീസ്. ഇതിന്റെ രോഗാവസ്ഥയെ പറ്റി പറയുന്നത് ഇറ്റ്സ് എ പ്രോഗ്രസീവ് ഡിസീസ്, ഇറ്റ്സ് എ പെർമനന്റ് ഡിസീസ്, ഇറ്റ്സ് എ ഫാറ്റൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ മാരകമായ രോഗമാണ്. ഈ രോഗാവസ്ഥയിൽ നിന്ന് പിന്തിരിയണമെങ്കിൽ തീർച്ചയായിട്ടും അതിനാവശ്യമുള്ള സൈക്കാട്രിക് ഹെൽപ്പ് വേണ്ട ആവശ്യമുണ്ട്. ആത്മീയമായ കൂട്ടായ്മകളുണ്ട്. ചില ആളുകൾ ഇപ്പം ആള് ഈ മിലിറ്ററിക്കാരനാണ്, അദ്ദേഹം നല്ല മനുഷ്യനാണ്. അദ്ദേഹം ചികിത്സയ്ക്ക് വന്നു, ചികിത്സയൊക്കെ നല്ലതായിട്ട് അതിൻ്റെ അകത്ത് പങ്കെടുക്കും, പോവും, പിന്നെയും മിലിറ്ററി പോവും. അവിടെ ചെല്ലുമ്പം പിന്നെയും സാഹചര്യങ്ങൾ വ്യത്യാസം, അത് വരുമ്പോൾ പിന്നെയും പുള്ളി ഇതിലാവും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 3-4 പ്രാവശ്യം റിലാപ്സ് ആയിട്ട് അവിടെ വന്നു. റിലാപ്സ് ആയി ലാസ്റ്റ് വന്നപ്പോൾ ഞാൻ പുള്ളിക്ക് ഒരു അഡ്വൈസ് കൊടുത്തു.
നീ ഇത്രയും നാൾ ഇവിടെ വന്നിട്ട് ഇതുകൊണ്ട് പ്രയോജനമില്ല. നീ ഇനിയിപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നിനക്ക് ഇതിൽ നിന്ന് ഒരു പ്രയോജനം ഉണ്ടാകണമെങ്കിൽ നിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് നീ മാറാനായിട്ട് തീരുമാനമാണ്. അതിന് തയ്യാറെടുക്കണമെങ്കിൽ നിന്നെ ഇപ്പം കുടി നിർത്തിയെന്നും പറഞ്ഞു പോയി അവിടെ കുടിക്കുന്നവരുടെ നടുക്ക് പോയിരുന്നാൽ നീ പിന്നെയും ഇതാവും. അതുകൊണ്ട് നിന്റെ ഇപ്പം നിനക്കുള്ള പ്രശ്നം നിന്റെ ജോലിയാണ്. ഈ ജോലി വിടാനായിട്ട് നീ തയ്യാറാണ്. അവൻ എൻ്റെ വാക്ക് കേട്ട് അതനുസരിച്ച് ജോലി വിട്ടു. അവനൊരു നായർ സമുദായത്തിൽപ്പെട്ട ഒരാൾ. അദ്ദേഹം ജോലി വിട്ടു. ആ ജോലി വിട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു, വീട് വെച്ചു. ഇവിടെ നാട്ടിൽ അദ്ദേഹം ഒരു സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യാൻ തുടങ്ങി. അവൻ്റെ കുഞ്ഞുങ്ങളെല്ലാം നല്ലതായിട്ട് പഠിച്ചു. അവരെല്ലാം നല്ല ഉന്നതമായിട്ടുള്ള നിലയിലായി തിരുവനന്തപുരം ഇടയായി. ഇന്നും ഇപ്പോഴും എന്നെ അദ്ദേഹം വിളിച്ചുകയും വർത്തമാനം പറയുകയും ഞാൻ അവരുടെ വീട്ടിൽ പോവുക അവരെന്നെ ആയിട്ട് ആ കോണ്ടാക്ട് ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു 24 വർഷമായി കാണും പുള്ളി അതിൽ നിന്ന് രക്ഷ. ഇപ്പം എൻ്റെ അനുഭവത്തിൽ 93 ഇത് ആരംഭിച്ച അന്ന് മുതൽ രക്ഷപ്പെട്ട ആളുകൾ ഇപ്പോഴും നമ്മുടെ അതിൽ വലിയ ടീച്ചേഴ്സ് ഉണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാ പ്രൊഫഷനിലുള്ള ആളുകളും, കൂലിവേലക്കാരുണ്ട്. അങ്ങനെയുള്ള പല ആളുകൾ നമ്മുടെ ഈ ശുശ്രൂഷ. ഈ അടിമത്തത്തിൽ അങ്ങനെ വ്യത്യാസങ്ങളില്ല, ആർക്കും വേണേ. കാരണം വ്യത്യാസമില്ലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പെട്ടുപോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓവർ കോൺഫിഡൻസാണ്. അതായത് ഞാൻ ഇത് ഉപയോഗിച്ചാൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്നുള്ള അമിതമായിട്ടുള്ള ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാനൊക്കത്തില്ല. കാരണം ഈ കുറച്ച് ദിവസം ഇത് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളിനെ ആ അളവിൽ ഉപയോഗിച്ചാൽ അതിൻ്റെ സുഖം കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? അളവ് കൂട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഡിപ്പെൻഡൻസിലാവും. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു പ്രൈമറി സ്റ്റേജ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജിലോട്ട് വരും, ഒരു ബ്ലാക്ക് ഔട്ട് സ്റ്റേജ് വരും. മൂന്നാമത്തെ സ്റ്റേജ് വരുമ്പോൾ ഒരു ക്രൂഷ്യൽ സ്റ്റേജ് വരും. പിന്നെ ഒരു ക്രൂഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കൈ വിറയ്ക്കുകയും കഴിക്കാൻ വെള്ളം കുടിക്കാനും കൈ ഒക്കാത്ത സ്ഥിതിയൊക്കെ വരുമ്പോൾ അവന് രാവിലെ കുടിക്കാനായിട്ടും. അത് കഴിഞ്ഞ് അതിനപ്പുറത്തുള്ളത് വേറൊരു പ്രശ്നമാണ്. എന്താ ചോദിച്ചാൽ ക്രോണിക്കായിട്ട് തരും. ക്രോണിക്കായി കഴിഞ്ഞാൽ അവന് പല രീതിയിലുള്ള ഹലൂസിനേഷൻസ് വരും, ഭയാനകമായ അനുഭവങ്ങൾ ഉണ്ടാകാനായിട്ട് സാധിക്കും. നമ്മൾ ഈ സദൃശവാക്യത്തിൽ അതിന് ഉത്തമമായിട്ടുള്ള വാക്യമുണ്ട്. സദൃശവാക്യം 23-ാം അധ്യായത്തിൻ്റെ 29 മുതലുള്ള വാക്യം ഇങ്ങനെയാണല്ലോ: ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ കൺചുവപ്പ്, വീഞ്ഞ് കുടിക്കുന്നവർക്കും വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തുടങ്ങുന്നത് നോക്കരുത്, ഉടുക്കും അതിനെ സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും, നീ പരസ്ത്രീയെ നോക്കും, നീ പാമരത്തിൻ്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയാവും, പിന്നെ നീ ഇത് തന്നെ തേടും. സദൃശവാക്യത്തിൽ പറഞ്ഞാൽ അത് അച്ചട്ടതായിട്ട് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോഴവർ ചിലപ്പോൾ അതങ്ങ് അവരുടെ അന്ത്യം ആയിരിക്കും അത് കുറിക്കുന്നത്. ഇപ്പൊ ഏത് സ്റ്റേജ് വരെ ഉള്ളത് നമുക്ക് അവിടെ എല്ലാ സ്റ്റേജ് വരും സാധ്യത നമുക്ക് ഏത് സ്റ്റേജ് വന്നാലും അവൻ അക്സെപ്റ്റ് ചെയ്യണം. എനിക്ക് ഇതിന്മേൽ നിയന്ത്രണമില്ല, ഞാൻ ഇതിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നത് എനിക്ക് എല്ലാവരും പറയും നിയന്ത്രണം ഉണ്ടെന്ന് പറയും. ആ നിയന്ത്രണം ഉണ്ടെന്ന് പറയുന്നവൻ പെട്ടെന്ന് പിന്നെയും പോകും. നിയന്ത്രണം ഇല്ലെന്ന് പറയുന്നവനെ അവന് പിന്നെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കാനായിട്ട് അവൻ തരും. അതുകൊണ്ടാണ് ഈ സെറനിറ്റി പ്രയർ എന്ന് പറയുന്നൊരു പ്രയറുണ്ട്. ദൈവമേ, മാറ്റുവാൻ പറ്റാത്തവയെ അംഗീകരിക്കാനുള്ള പ്രശാന്ത മനസ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിൽ നിന്ന് എനിക്ക് മാറ്റുവാൻ പറ്റത്തില്ല, എന്നാൽ മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യം എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് തന്നെ തീരുമാനങ്ങൾ മാറി എടുക്കാൻ സാധിക്കും. അപ്പോൾ ആ മാറ്റുവാൻ പറ്റുന്നവയെ അംഗീകരിക്കാനുള്ള പ്രശാന്ത മനസ്ഥിതി, ആ പ്രശാന്ത മനസ്ഥിതി ഉള്ളവരായി തിരിച്ചറിഞ്ഞ് ഇവയെ തമ്മിൽ തിരിച്ചറിയാനുള്ള വിവേകം തരണമേ എന്ന് ഈ പ്രാർത്ഥനയാണ് എല്ലാ ദിവസവും ഇവര് മീറ്റിംഗ് കൂടുമ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം അവര് കുടുംബത്തിലായാലും മീറ്റിങ്ങിലായാലും കൈ ഓർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നത്. അവരെ നിലനിർത്തുന്നതാണ് കൂട്ടായ്മയാണ് ആൽക്കഹോളിക് അനോണിമസ്. ആ മീറ്റിങ്ങിലൂടെയാണ് ഇവരുടെ റിക്കവറി നിലനിൽപ്പ് സാധ്യമാകുന്നത്. ലഹരി വസ്തുക്കളൊക്കെ നിരോധിക്കുന്നത് ഒരു പരിഹാരമല്ലെന്ന് പല രാജ്യങ്ങളിലും പഠനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനെ അച്ഛൻ എങ്ങനെയാ കാണുന്നത്? നിരോധനം എന്നുള്ളതിനേക്കാൾ പറ്റിയുള്ള ബോധ്യമുള്ള ഒരു എഡ്യൂക്കേഷനാണ് നമുക്ക് ആവശ്യം. നമ്മളൊരു സാധനം വേണ്ട, അത് ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ അതിനോടൊരു
ടെൻഡൻസി ആളുകൾക്ക് ഉണ്ടാകും. അത് എന്നാ പിന്നെ ഒന്ന് രുചിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഒരു പിയർ പ്രഷർ എന്ന് പറയില്ലേ, നമ്മളെ മറ്റുള്ളവരുടെ ഒരു സമ്മർദ്ദത്തിൽ വഴങ്ങി അത് എന്നും വേണ്ട ഇപ്പൊ ഒന്ന് നോക്കൂ, അങ്ങനെ ഒരു താല്പര്യത്തിൽ തുടങ്ങി ഉള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കല്യാണങ്ങളിലൊക്കെ ഈ വൈൻ സെർവ് ചെയ്യും. അതിൽ 100 പേര് വൈൻ ഉപയോഗിച്ചാൽ അതിൽ 80 പേർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ 20 പേര് ആദ്യത്തെ ഒരു വിയോഗം കൊണ്ട് ഇതിന്റെ അഡിക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത. അത് ആരാക്കാണ് അങ്ങനെയുള്ള ആ പ്രശ്നം ഉണ്ടാകുന്നത് നമുക്ക് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് കംപ്ലീറ്റ് ആബ്സ്റ്റിനൻസ്, ഒരിക്കലും ഇത് ഉപയോഗിക്കരുത് എന്നുള്ള ആ ഒരു. പിന്നെ ഇതിപ്പം നമ്മുടെ ആളുകളൊക്കെ നമ്മുടെ വലിയ ഫങ്ഷൻസിനും വലിയ സെലിബ്രേഷൻസിനും ഒക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല. സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഭാഗമായി അതെ, അങ്ങനെ ഉപയോഗിക്കുന്ന പലരും പിന്നെ അതിനെപ്പറ്റി വേദനിക്കുകയും ബുദ്ധിമുട്ടുകയും തകർച്ചയുടെ അനുഭവത്തിൽ വന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കാതെ ജീവിതത്തിൽ വിഷമിക്കുന്നവരെ എത്രയോ ആളുകളെ കാണാൻ സാധിച്ചു. നമ്മുടെ അടുത്ത് വരുന്നവരോട് നമ്മൾ ചോദിക്കും ഇങ്ങനെയൊക്കെ ആകുമെന്ന് വിചാരിച്ചാൽ ഒരിക്കലുമല്ല. പക്ഷേ ഒരു തമാശ, ഒരു കൂട്ടുകാരനോട് ഒരു രസത്തിന്